ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ രാമനവമി വരാൻ പോകുകയാണ്. 2024 ഏപ്രിൽ മാസം 17-ാം തീയതി ബുധനാഴ്ചയാണ് രാമനവമി. ദശരഥന്റെയും കൗസല്യാദേവിയുടെയും മകനായി ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ അവതരിച്ച ദിവസമാണ് ഈ ഒരു രാമജയന്തി എന്ന് പറയുന്നത്. ഈ ഒരു രാമജയന്തിയിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ അത് നമുക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു രാമനവമിയിൽ, അതായത് നാളെ ഈ പറയുന്ന 3 വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങി വരുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കും, സാമ്പത്തികമായിട്ടുള്ള നിറവുണ്ടാകും, ജീവിതത്തിൽ സർവ്വവിധ സൗഭാഗ്യങ്ങളും കടന്നു വരുന്നതാണ്. മഹാവിഷ്ണു ഭഗവാന്റെ 7ാമത്തെ അവതാരമായ ആ ഒരു ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ പിറന്നു വീണ ഈ ഒരു രാമനവമി ഐശ്വര്യവർദ്ധനവിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ഗൃഹത്തിലേക്ക് അന്നേ ദിവസം വാങ്ങി വരേണ്ടുന്ന 3 ദിവ്യമായിട്ടുള്ള വസ്തുക്കൾ എന്ത്, തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നാളെ, അതായത് 2024 ഏപ്രിൽ 17-ന് ആ ഒരു രാമനവമി കടന്നു വരുമ്പോൾ നമ്മൾ നിർബന്ധമായും പോകേണ്ടത് ആ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. ശ്രീരാമദേവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുണ്ട് എങ്കിൽ നാളെ ഭഗവൻ സമക്ഷം നിങ്ങൾ പോയി നിങ്ങളുടെ ഏത് ആഗ്രഹവും പറഞ്ഞോളൂ, അത് വളരെ പെട്ടെന്ന് ഭഗവാൻ നടത്തി തരും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു ശ്രീരാമചന്ദ്രനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാകണം എന്നില്ല. അങ്ങനെ ഉള്ളപ്പോൾ ആ ഒരു മഹാവിഷ്ണുവിന്റെ അംശങ്ങളെയോ മഹാവിഷ്ണുവിനെയോ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിലേക്ക് പോയി നമ്മൾ പ്രാർത്ഥിച്ചാലും ആ ഒരു ഭഗവാന്റെ അരുളും കടാക്ഷവും നമുക്ക് കൃത്യമായും ലഭിക്കുന്നതാണ്. അപ്പോൾ നിർബന്ധമായിട്ടും നാളെ ആ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം ചെയ്യുക. ഭഗവാന് ആ ഒരു പായസ വഴിപാട് നമ്മൾ വഴിപാടായിട്ട് സമർപ്പിക്കുക. പായസപ്രിയനാണ് ഭഗവാൻ, മധുരപ്രിയനാണ്. മാത്രമല്ല, ദിവ്യമായിട്ടുള്ള ആ ഒരു പായസം കഴിച്ചപ്പോഴാണ് ശ്രീരാമചന്ദ്രൻ കൗസല്യാദേവിയുടെ ഗർഭത്തിൽ അവതരിച്ചത്. ഈ പായസ വഴിപാട് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഐശ്വര്യം പുലരുന്നതാണ്. സന്താനങ്ങളൊന്നും ഇല്ലാത്തവർ നാളെ ആ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പായസ വഴിപാട് കഴിപ്പിക്കുന്നത് അവർക്ക് ശുഭഫലത്തെ പ്രദാനം ചെയ്യും. വിവാഹമൊക്കെ തടസ്സം നേരിടുകയാണ്, അങ്ങനെയുള്ളവർക്കും ഈ ഒരു വഴിപാട് കഴിപ്പിച്ചാൽ മതിയാകും. അതുപോലെ ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള തുളസി മാലയും നാളെ ആ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും സുഖവും സന്തോഷവും ആരോഗ്യവർദ്ധനവും ഒക്കെ നമുക്ക് ലഭിക്കുന്നതിന് കാരണമായി തീരും. ഇനിയിപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ആ ഒരു മഹാവിഷ്ണു ക്ഷേത്രമൊന്നും ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രമില്ല എങ്കിൽ, നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു പൂജാമുറിയിൽ തന്നെ ഭഗവാന് വേണ്ടി ഒരു നെയ്വിളക്ക് കൊളുത്തി നിങ്ങളുടെ ആഗ്രഹം എന്തോ അത് ഭഗവാനോട് വരമായി ചോദിക്കാവുന്നതാണ്. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന എന്തായിരുന്നാലും കൈക്കൊള്ളുന്നതാണ്, അതിന്മേൽ നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നതാണ്. നാളെ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ശ്രീരാമചന്ദ്രനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിന് ഒരു 3 സമയം ഏറ്റവും ശുഭപ്രദമാണ്. ഒന്ന്, ബ്രാഹ്മ മുഹൂർത്തം. പുലർച്ചെ ഒരു 4-നും 5:30-ക്കും ഇടയിലുള്ള ആ ഒരു സമയത്ത് നമുക്ക് ബ്രാഹ്മ മുഹൂർത്തമായി കണക്കാക്കി ആ ഒരു സമയത്ത് ഉണർന്ന് നിങ്ങളുടെ ഗൃഹത്തിൽ ഭഗവാന് വേണ്ടിയിട്ട് വിളക്ക് തെളിക്കാവുന്നതാണ്. നെയ്വിളക്കാണ് എങ്കിൽ അതിശ്രേഷ്ഠം, ഇല്ല എങ്കിൽ എള്ളെണ്ണ ഒഴിച്ച് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് നിങ്ങൾക്ക് ആ ഒരു വിളക്ക് തെളിക്കാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ 9:30-ക്കും 10:30-ക്കും ഇടയിലുള്ള ആ ഒരു മണിക്കൂർ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു ശ്രീരാമചന്ദ്രന് വേണ്ടിയുള്ള പൂജകൾ നടത്താവുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു വിളക്ക് തെളിക്കാവുന്നതാണ്. ഇനി ഇതുമല്ലെങ്കിൽ വൈകുന്നേരം 6-നും 7-നും ഇടയിലുള്ള 1 മണിക്കൂർ നേരം നിങ്ങൾക്ക് ഭഗവാന് വേണ്ടി നിങ്ങളുടെ ഗൃഹത്തിൽ പൂജകൾ നിർവഹിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നെയ്വിളക്ക് കൊളുത്തി ഭഗവാനെ നിങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ശ്രീരാമചന്ദ്രന്റെയോ ഹനുമാൻ സ്വാമിയുടെയോ ചിത്രങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിലുണ്ട് എങ്കിൽ അവയെ തുടച്ച് വൃത്തിയാക്കി പുഷ്പാലങ്കാരങ്ങൾ, പ്രധാനമായിട്ട് തുളസി മാലയോ താമരപ്പൂവോ ഒക്കെ അതിൽ സമർപ്പിക്കുന്നത് അത്യധികം ശോഭനമാണ്. ഒപ്പം തന്നെ ചന്ദനം കുഴച്ച് അതുപോലെ തന്നെ കുങ്കുമവും കൂടി ആ ഒരു തിലകമായി ചിത്രങ്ങളിൽ നമ്മൾ ചാർത്തി കൊടുക്കണം. ഇനി ഈ ഒരു ഫോട്ടോ ഇല്ല എങ്കിൽ പോലും ആ ഒരു നെയ്വിളക്ക് ഭഗവാനായി സങ്കല്പിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു വിളക്ക് തെളിക്കാവുന്നതാണ്. ഭഗവാൻ ആ ഒരു ജ്വാലയിലേക്ക് അണയും എന്നുള്ള കാര്യത്തിൽ സംശയം ഏതും വെക്കേണ്ടതില്ല. ഭഗവത് പ്രീതി കൂടുതലായി നമുക്ക് കൈവരുന്നതിന് ആ ഒരു പൂജാമുറിയൊക്കെ ഉള്ളവർ, ഭഗവാന്റെ ചെറിയ വിഗ്രഹം വെച്ച് ആരാധിക്കുന്നവർ, ഇനിയിപ്പോൾ ചിത്രങ്ങളൊക്കെ വെച്ച് ആരാധിക്കുന്നവർക്കും പാനകം, അതുപോലെ തന്നെ പാൽപ്പായസം, അതുമല്ലെങ്കിൽ നമ്മൾ ശർക്കര ഇട്ടുണ്ടാക്കുന്ന സാധാരണ അരിപ്പായസം, നെയ്പായസം, ഇതൊക്കെ ഭഗവാന് നിങ്ങൾക്ക് വെച്ച് നേദിക്കാവുന്നതാണ്. അത് കൂടുതൽ ഐശ്വര്യത്തെ നമുക്ക് നേടിത്തരും. നമ്മുടെ ഗൃഹത്തിൽ നിന്ന് എറുത്തെടുത്ത ശുദ്ധമായ ആ ഒരു തുളസിപ്പൂവ് കൊണ്ട് മാല ഒരുക്കി
ഭഗവാന് ചാർത്തി കൊടുത്താൽ അത്യധികം ശോഭനമാണത്. ആ ഒരു ലക്ഷ്മി കടാക്ഷം, ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും സാമ്പത്തിക വർധനവുമായി ഉണ്ടാകുമെന്നതാണ്. ഇനി ആ ഒരു ശ്രീരാമജയം 108 തവണ നമ്മൾ ജപിക്കുന്നതും അതുമല്ല എങ്കിൽ ഒരു പേപ്പറിലോ പുസ്തകത്തിലോ എഴുതുന്നതും ഏറ്റവും ഐശ്വര്യദായകമാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം വെച്ചുകൊണ്ട് ശ്രീരാമജയം 108 തവണ ജപിക്കുകയോ അത് എഴുതി ഭഗവത് സമക്ഷം സമർപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത്യധികം ഐശ്വര്യപ്രദമാണ്. ഏറെ വൈകാതെ തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നാലും അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്, മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരൊക്കെ ഉണ്ട് എങ്കിൽ ശ്രീരാമജയം 108 തവണ ഒരു പേപ്പറിലോ അതുമല്ലെങ്കിൽ ഒരു ബുക്കിലോ എഴുതി ആ ഒരു ഭഗവാന്റെ സമക്ഷം, ഭഗവാന്റെ തൃപ്പാദത്തെങ്കിലും നമ്മൾ അർപ്പിക്കുകയാണ്. ആ ഒരു വിളക്കിന്റെ ചൂടിൽ നമ്മൾ സമർപ്പിച്ച് പുഷ്പങ്ങളാൽ അലങ്കരിച്ച് അതിനെ അവിടെ സമർപ്പിച്ച് വെക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ അരുളും കടാക്ഷവും നമുക്കുണ്ടാകുന്നതാണ്. നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നതുമാണ്. ഇനി നാളത്തെ ദിവസം, അതായത് ശ്രീരാമനവമി ദിവസം, അതിപ്പോൾ നാളെ വരുന്നതല്ല, ഇനി വരുന്ന വർഷങ്ങളിലാണ് എങ്കിൽ പോലും ഈ ഒരു ദിനം എന്ന് പറയുന്നത് വളരെയധികം പുണ്യദായകമായിട്ടുള്ള ഒരു ദിനമാണ്. ഇന്നേ ദിവസം നമ്മൾ ചെറിയ ഒരു തട്ടില് ഒരു 3 ഏലക്കായ, കുറച്ച് പച്ചക്കർപ്പൂരം, അതുപോലെ തന്നെ 1-2 തുളസിക്കതിര്, ഇത് 3ഉം നമ്മൾ ഇട്ട് ആ ഒരു നെയ്വിളക്കിന് സമക്ഷമോ ഭഗവാന്റെ വിഗ്രഹമോ ചിത്രമോ നമ്മളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ ആ ഒരു വിഗ്രഹത്തിനോ ചിത്രത്തിനോ ചുവട്ടിൽ നമ്മൾ വെച്ച് ആ ഒരു പൂജയിൽ ഉൾക്കൊള്ളിക്കുകയാണ്. തുടർന്ന് ആ ഒരു പൂജയൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഈ തുളസി, പച്ചക്കർപ്പൂരം, ഏലക്കായ ഇത് നമ്മൾ എടുത്ത് ഒരു പേപ്പറിലോ മറ്റോ പൊതിഞ്ഞ് നമ്മൾ ധനം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന ആ ഒരു മേശയിലോ ബാഗിലോ നമ്മൾ വെക്കുകയാണ് എങ്കിൽ സമ്പത്തിന്റെ നിലയ്ക്കാത്ത ഒഴുക്ക് തന്നെ അവിടേക്ക് ഉണ്ടാകുന്നതാണ്. മഹാലക്ഷ്മിയുടെ കടാക്ഷം അളവിലധികം നമുക്ക് സിദ്ധിക്കുന്നതാണ്. ഈ ഒരു രാമനവമി ദിവസം നമ്മളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ ഹനുമാൻ ചാലീസയോ വിഷ്ണു സഹസ്രനാമമോ ജപം ചെയ്യുന്നതും അത്യധികം ശോഭനമാണ്. ഇനി ശ്രീരാമനവമി ദിനത്തില് പറയാൻ പോകുന്ന 3 വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങി വരുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ്. അതിലൊന്ന് എന്ന് പറയുന്നത് ശർക്കരയാണ്, 2 എന്ന് പറയുന്നത് കല്ലുപ്പാണ്, 3 എന്ന് പറയുന്നത് മഞ്ഞൾ കുങ്കുമം. മഞ്ഞളും കുങ്കുമവും നമ്മൾ മേടിക്കുമ്പോൾ അത് ചേർത്ത് വാങ്ങണമെന്നുള്ളതാണ്. ഈ പറഞ്ഞ 3 വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഗൃഹത്തിലേക്ക് നാളെ വാങ്ങി വരികയാണെങ്കിൽ അത്യധികം അത് ശോഭനമാണ്. അപ്പോൾ മഹാലക്ഷ്മി വസിക്കുന്ന ഈ വസ്തുക്കൾ നാളെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നതും വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടുള്ള ആ ഒരു ശ്രീരാമചന്ദ്രനെ നാളെ നമ്മൾ വെച്ച് ആരാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിൽ സർവ്വ ഐശ്വര്യവും സർവ്വമംഗളങ്ങളും ഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മുടെ ജീവിതം ദുരിതത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലൊക്കെ കൃത്യമായിട്ട് മാറ്റം സംഭവിക്കുന്നതാണ്. നമ്മുടെ ജീവിതം ഐശ്വര്യത്തോടും സന്തോഷത്തോടും ധനസമൃദ്ധിയോടും മുന്നോട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. തൊഴിലൊന്നും ആകാത്തവർക്ക് ആ ഒരു തൊഴിൽ സൗഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രാമനവമി ദിനം പാഴാക്കരുത്. വീഡിയോയിൽ പറഞ്ഞ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുമോ അത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ജീവിതത്തിൽ അത് സൗഭാഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.